ഹലോ ഗൈസ്, വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോണത് റിവോൾവും എക്സ്ട്രൂഡും എന്ന രണ്ട് ടൂൾ നമ്മൾ പഠിച്ചായിരുന്നു. ഈ രണ്ട് ടൂൾ വെച്ചിട്ട് നമുക്കൊരു പേനയുടെ കംപ്ലീറ്റ് ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ ഫീച്ചേഴ്സിനും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഉണ്ടാക്കിയ ഒരു CAD ആണ് ഈ ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഒരു പേന, നല്ല ഒരു ഡിസൈനുള്ള നമ്മുടെ കണ്ടുപരിചയമുള്ള ഒരു പേന, അതാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ബോഡിയും ഇതും ക്യാപ്പും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതിൻ്റെ റീഫിലിട്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് 3D പ്രിന്റ് ചെയ്താലും നിങ്ങൾക്ക് ഈ പേന യൂസ് ചെയ്യാം. അങ്ങനെ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പേനയുടെ ഡിസൈൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോവാം. ഇപ്പം ഈ ഡിസൈൻ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഈ ലിങ്കിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ ഡിസൈൻ ചെയ്തതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രീ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കും ഫോളോ ചെയ്യാം. ഇനി ഞാൻ ഇതിൽ നിങ്ങൾ ഒരു ഫീച്ചർ കാണിച്ചു തരാം. ഈ ട്രീൻ്റെ അടിയിൽ നിങ്ങൾ ഒരു നീല ഒരു ഈ ബാർ കണ്ടില്ലേ, അതിനാണ് റോൾ ബാക്ക് ബാർ എന്ന് പറയുക. അത് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലേക്ക് നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് കാണിച്ചു തരും, ഞാൻ എന്തൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഉള്ള നമുക്ക് ഓരോ സ്റ്റെപ്പിലൂടെയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം എങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ആ പേനയുടെ ഓരോ ഫീച്ചർ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഞാനൊരു സ്കെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സ്കെച്ചിൽ ഞാൻ ക്യാപ്പിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ബോൾ പോയിന്റിന്റെ റീഫിൽ ഇടുന്ന സ്ഥലത്തുള്ള ഒരു നോസിൽ പോലെ വേണ്ടിയിട്ടും ഒരു ക്രോസ് സെക്ഷൻ, അത് കഴിഞ്ഞിട്ട് ബോഡിയുടെ ഒരു ക്രോസ് സെക്ഷൻ, പിന്നെ ഈ ക്യാപ്പ് വന്ന് ബോഡിയിൽ മീറ്റ് ആവുന്ന സ്ഥലത്ത് ഒരു ബൾജ്, ആ ബൾജാണ് സ്നാപ്പാണ്, അതൊരു പ്ലാസ്റ്റിക് സ്നാപ്പാണ്. ആ സ്നാപ്പ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ക്യാപ്പ് വരുമ്പോൾ ഫ്ലെക്സ് ചെയ്തിട്ട് അതിൽ ലോക്ക് ആവും. നമ്മൾ പാനൊക്കെ ക്യാപ്പ് ഞെക്കുമ്പോൾ ഒരു ക്ലിക്കിംഗ് സൗണ്ട് കേട്ടിട്ടില്ലേ, ആ ക്ലിക്കിംഗ് സൗണ്ട് ഉണ്ടാവുന്നത് ഈ സ്നാപ്പ് കാരണം. അതേപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ള ക്യാപ്പും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതില് ഈ ഒരു പാർട്ട് ഒഴിച്ച് നമ്മളെല്ലാ കൺസ്ട്രെയിനും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഓവറോൾ ലെങ്ത്തും കൂടി ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്, 180. അപ്പോൾ നമ്മുടെ ഈ സ്കെച്ച് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ആയി. ഇനി ഞാൻ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് എക്സ്ട്രൂഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ഫസ്റ്റ് പാർട്ട് എക്സ്ട്രൂഡ് ചെയ്തു, ക്യാപ്പ് എക്സ്ട്രൂഡ് ചെയ്തു, റിവോൾവ് ചെയ്തു. രണ്ടാമത്തെ പാർട്ടും റിവോൾവ് ചെയ്തു. അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഉള്ളിലുള്ള ക്യാപ്പ്, ബോളിൻ്റെ എൻഡ്, ഈ എൻഡ്, അതാണ് ആ പാർട്ട്. മൂന്നാമത്തെ പാർട്ട് അതിൻ്റെ ബോഡി, നാലാമത്തെ പാർട്ട് റിവോൾവ്. ഇത് വളരെ സിമ്പിൾ റിവോൾവാണ്. ഇത് റിവോൾവ് സോളിഡ് റിവോൾവ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ സ്കെച്ച് ക്ലോസ്ഡ് സ്കെച്ച് ആയിരുന്നു. അത് ക്ലോസ്ഡ് സ്കെച്ച് ആയ കാരണമാണ് ഞാൻ സോളിഡ് ഉപയോഗിച്ചത്. ഇതിൽ ഫുള്ളാണ് നമുക്ക് 360 തന്നെയാണ് നമുക്ക് ഇത് വേണ്ടത്. ആക്സിസ് ഞാൻ വരച്ച ആക്സിസും സെലക്ട് ചെയ്തത്. അതേപോലെ തന്നെ അങ്ങനെ 4 പാർട്ടും ഞാൻ ക്രിയേറ്റ് ചെയ്തു. 4 പാർട്ട് ഫോം ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത്, നമുക്ക് ഈ സെക്ഷന്റെ ക്യാപ്പിന്റെ ഈ സൈഡിൽ ഒരു ക്ലോസിങ് വരുത്തണം. അത് നമുക്കൊരു ചെരിഞ്ഞിട്ട് ഒരു ഡിസൈൻ പോലെ കൊടുക്കണം, ഒരു ചെരിഞ്ഞൊരു ഡിസൈൻ പോലെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്കെച്ച് വരച്ചു. ആദ്യം മിഡ് പ്ലെയിനിൽ, ഇതിന്റെ സെന്ററിലുള്ള പ്ലെയിനിൽ തന്നെ ഒരു 8 ഡിഗ്രി ടേപ്പറിൽ ഒരു ഇത് വരച്ചു. അതിനെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ആ ഒരു പ്ലെയിനിൽ കട്ട് ചെയ്ത് കളഞ്ഞു. ആദ്യം കണ്ടില്ലേ, ഇങ്ങനെ ഒരു പ്ലെയിനിൽ കട്ട് ചെയ്തു. ഇനി വന്നിട്ട് ഞാൻ ഈ കട്ട് ചെയ്ത പ്ലെയിനിന്റെ ആ സെക്ഷനിൽ ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിൾ വരയ്ക്കണത് ഞാൻ വെറുതെ സർക്കിൾ എടുത്ത് വരയ്ക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു, ഞാനത് പ്രൊജക്റ്റ് ചെയ്തു. അപ്പൊ പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു ടൂളും കൂടി നമ്മൾ പുതിയത് പഠിക്കുകയാണ്. എന്താണ് പ്രൊജക്ട്? അപ്പോൾ നമുക്കിപ്പോൾ ഈ പ്രൊജക്ട് ഞെക്കിയിട്ട് നമുക്ക് വേണ്ട സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കർവ്,
ആ ഒരു സർഫസ് ഉണ്ടാക്കുന്നതിനെ ഒരു സ്കെച്ചാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രൊജക്റ്റ് എന്നുള്ള ഒരു ടൂൾ ചെയ്യുക. അങ്ങനെ ഞാൻ ഇതിന്റെ ഔട്ടർ സർഫസ് ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് ഒരു സർക്കിൾ ആക്കി ആ സ്കെച്ച് വെച്ചു. എന്നിട്ട് ആ സ്കെച്ച് ഞാൻ എക്സ്ട്രൂഡ് ചെയ്യാണ്. പക്ഷെ ഈ എക്സ്ട്രൂഡിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ച പോലെ നമ്മൾ ഈ സാധാ എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ചെരിഞ്ഞു പോകും. കാരണം എക്സ്ട്രൂഡ് എപ്പോഴും നോർമൽ ടു സർഫസ് ആണ്, നമ്മൾ വരച്ച സ്കെച്ചിന്റെ നോർമൽ ടു സർഫസ്. പക്ഷെ നമുക്ക് ഈ കേസിൽ എന്താ വേണ്ടത്? ഈ കേസിൽ എനിക്ക് ഇങ്ങനെയല്ല പോകേണ്ടത്, പാനേന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് എനിക്ക് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്തിട്ട് ഈ ഡയറക്ഷൻ അപ്പൊ ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ തന്നെ മാറിയതാണ് എക്സ്ട്രൂഡിന്റെ. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ഈ എക്സ്ട്രൂഡിന്റെ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഞാൻ എക്സ്ട്രൂഡിന്റെ ഡയറക്ഷൻ മാറ്റി. ഇപ്രാവശ്യം ഞാൻ ന്യൂ അല്ല കൊടുത്തത്, ആഡ് ആണ്. എൻ്റെ ക്യാപ്പുമായിട്ട് മെർജ് ചെയ്തിട്ടാണ് എനിക്കത് വേണ്ടത്. ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലോസിംഗ് പോലത്തെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ക്ലോസ് ചെയ്തു. അടുത്തത് ഞാൻ വരയ്ക്കാൻ പോണത് ഇപ്പൊ പാനയുടെ, ഇപ്പൊ നമുക്ക് പാന വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ നമ്മൾ പോക്കറ്റിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചർ ഇല്ലേ, ആ ഫീച്ചറിനെ ഡിസൈൻ ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കെച്ച് വീണ്ടും ഞാൻ മിഡ് പ്ലെയിനിൽ വരച്ച് ഇതേപോലെ വരച്ചു. ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ കുറച്ച് ഇത് താഴത്തേക്ക് ആക്കിയിട്ടുണ്ട്. അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ അത് റൗണ്ട് ആണല്ലോ, ഈ സൈഡിൽ നോക്കുമ്പോൾ റൗണ്ട് ആണല്ലോ. അപ്പൊ റൗണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതിങ്ങനെ വിട്ട് നിൽക്കും, അത് വിട്ട് നിൽക്കണ്ട. അപ്പൊ അത് ഒരുമിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡെപ്ത് താഴ്ത്തി കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്കെച്ച് ഉണ്ടാക്കുകയാണ്. ആ സ്കെച്ചിന് ഇവിടെ ഡയമെൻഷൻസ് ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ ലിങ്കിൽ കയറിയിട്ട് എല്ലാ ഡയമെൻഷൻസും നോക്കാം. ഏകദേശം ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് എല്ലാ ഡയമെൻഷനും ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാനൊരു സ്കെച്ച് ഉണ്ടാക്കി. അതിനെ ഞാൻ മിഡ് പ്ലെയിൻ വെച്ചിട്ട് എക്സ്ട്രൂഡ് ചെയ്തു, സിമെട്രിക് ആക്കിയിട്ട് എക്സ്ട്രൂഡ് ചെയ്തു. ബ്ലൈൻഡ് ആണ് പക്ഷെ സിമെട്രിക് ആണ്. അപ്പൊ ഈക്വൽ ആയിട്ട് രണ്ട് സൈഡിലേക്കും അത് വലുതായി. ഇപ്പൊ അതിനൊരു ഒരു ഭംഗിയുള്ള ഒരു ക്യാപ്പിന്റെ ഒരു തുടക്കത്തിലേക്ക് എത്തി തുടങ്ങി നമ്മള്. ഇനി അതിന് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഫില്ലറ്റ്, അതായത് നമ്മൾ അതിനെ കർവ്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, ഷാർപ്പ് എഡ്ജസ് ഒക്കെ കർവ്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം ഞാൻ ഇവിടെയുമായിട്ട് രണ്ട് ഫില്ലറ്റ് കൊടുത്തു. നമുക്ക് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് ഒന്നും പാടില്ലല്ലോ. അങ്ങനെ അതേപോലെ തന്നെ രണ്ടാമത് ഇവിടെയും ഒരു ഫില്ലറ്റ് കൊടുത്തു. ഫില്ലറ്റ് എപ്പോഴും അല്ലെങ്കിൽ ഫില്ലറ്റ് കൊടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഒരു ജനറൽ റൂളാണ് ഈക്വൽ വാൾ തിക്നെസ് ഉണ്ടാക്കി വെക്കാൻ നോക്കുക. അപ്പോൾ ഒരിക്കലും രണ്ട് ഡിഫറൻസിൽ നിൽക്കുന്ന പോലെ, അതായത് കോൺസെൻട്രിക് ആയിട്ട് തോന്നുന്ന പോലെ ഫില്ലറ്റ്സ് കൊടുക്കാൻ നോക്കുക. അത് കൊടുത്തു. എന്നിട്ട് ഞാൻ അടുത്തൊരു ഫീച്ചർ, ഇപ്പൊ ഈ നമ്മുടെ പാനയിലൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പാനേന്റെ ഈ അറ്റത്തും ഒരു ഇങ്ങനെ ഒരു കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ടാവും, അതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട്. ആ ഫീച്ചർ ഞാൻ വീണ്ടും ഇവിടെ ഒരു സ്കെച്ച് ആക്കിയിട്ട് വരച്ചു. ഇവിടെ ഒരു സ്കെച്ച് ആക്കിയിട്ട് ഞാൻ വരച്ചു. അതിനുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഡിഫൈൻ ചെയ്തു. നമ്മൾ പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ചാടി പോരുന്നല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചറാണത്. അങ്ങനെ അത് വരച്ചു. അതിനെയും ഞാൻ സിമെട്രിക് ആയിട്ട് തന്നെ എക്സ്ട്രൂഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ചെറിയ ഷാംഫർ ഒക്കെ കൊടുത്തു. ഇനി ബ്യൂട്ടിഫിക്കേഷൻ ആണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ആയി. എന്നിട്ട് ഞാൻ ഈ ചില പാനകളിലൊക്കെ നമ്മൾ ഈ അറ്റത്ത് ചെറിയൊരു ഹോളൊക്കെ കൊടുത്ത് വെക്കുന്നുണ്ടാവും. അതേപോലെ ചെറിയൊരു സ്ലോട്ട് എന്നൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ സ്ലോട്ടിന് വേണ്ടി നമ്മൾ ചെയ്യണത്, നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. ഒരു ലൈൻ വരച്ചിട്ട് ഇവിടെ വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓഫ്സെറ്റും കാണാം, അതിൻ്റെ ഇടയിൽ സ്ലോട്ടും കാണാം. സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് ഈ ലൈൻ സെലക്ട് ചെയ്താൽ മതി. ആ ലൈനിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്ലോട്ട് ഉണ്ടാക്കും. നമ്മൾ റേഡിയസ് മാത്രം സ്പെസിഫൈ ചെയ്ത സ്ലോട്ടായി. അങ്ങനെ ഒരു സ്ലോട്ട് ഞാൻ ഡിഫൈൻ ചെയ്തു. അതിനെ ഞാൻ കട്ട് ചെയ്തു, ആ ക്യാപ്പിന്റെ ഉള്ളിൽ കൂടെ കട്ട് ചെയ്തെടുത്തു. ഇവിടെയും ഞാനൊരു ഹോൾ കൊടുത്തു. ഇതിലും ശ്രദ്ധിക്കുക, എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ഞാൻ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ആക്സിസിനോട് ചേർന്നിട്ട് വേണം. എനിക്ക് ചെരിഞ്ഞല്ല പോകേണ്ടത്, ആക്സിസിന്റെ ഡയറക്ഷനിലാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആക്സിസ് കൊടുത്തത്.
അതിന് ഫില്ലറ്റൊക്കെ കൊടുക്കാൻ പോവാണ്. അതിന് ഫില്ലറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു പാനയുടെ ഡിസൈനാക്കി ഞാൻ മാറ്റുകയാണ്. ഓക്കെ, ഒരു ഷാർപ്പറും കൂടി കൊടുത്തു. ഈ പാനയുടെ ക്യാപ്പ് എൻ്റർ ചെയ്യുമ്പോൾ അത് കയറാണ്ടിരിക്കാൻ മീൻസ് ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എൻട്രി ഷാർപ്പ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു പാനയുടെ നമ്മൾക്ക് കണ്ട് ശീലമുള്ള ഒരു പാനയുടെ കംപ്ലീറ്റ് ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ ഈ ലിങ്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ ഇതിൽ കൂടെ കയറി ട്രീയിലെ ഓരോ ഫീച്ചേഴ്സും നോക്കുക. എന്നിട്ട് നിങ്ങളും ഇതേപോലെ ഒരു പാന എടുത്ത് അതിനെ റീസൈക്കിൾ ചെയ്ത് അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്ത് നിങ്ങൾ അത് തിരിച്ച് ഡീറ്റെയിൽ ചെയ്യാൻ നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ അതിൽ ഓരോ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കാൻ പറ്റും. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിലും ഞാൻ കൂടുതൽ ടഫ് ആക്കി കൊണ്ടുവരും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൂടുതൽ എഞ്ചിനീയറിംഗ് വൈസ് ആക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവരാം. അപ്പം എല്ലാവരും ഇതുവരെയൊക്കെ ഫോളോ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ഹാപ്പി ലേണിംഗ്.